മല്ലു സ്പോട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലെ ഗ്രാംപിയൻസ് നാഷണൽ പാർക്കിനടുത്തുള്ള മക്കൻസി വാട്ടർഫോൾ കാണാനാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ മക്കൻസി വാട്ടർഫാളിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നേരെ വാട്ടർഫാൾ കാണാനായിട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇവിടെയെല്ലാം നല്ല മഴയായിരുന്നത് കൊണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നമ്മൾ കാണാം, മണ്ണെല്ലാം ഇളകി കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാലും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, ഇവിടെ മെയിൻറ്റെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നോട്ടീസൊക്കെ കാണാം, സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ആണ്, പിള്ളേരെയൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രേഷനുള്ള വെള്ളവും കാര്യങ്ങളെല്ലാം നമ്മൾ കൈ കരുതിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് എന്നുള്ള രീതിയിലെല്ലാം അവിടെ നോട്ടീസുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾക്ക് ഈ കാണുന്ന റാമ്പ് വരെ, അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നിടം വരെ നമ്മൾക്ക് വീൽ ചെയർ ആക്സസ് ഉണ്ട്. ഇവിടം വരെ വിസിറ്റേഴ്സായിട്ട് വരുന്നവർക്ക് വീൽ ചെയറിൽ ഇവിടെ വന്നിട്ടും വാട്ടർഫോൾ ആസ്വദിക്കാവുന്നതാണ്. ടോപ്പ് ഒരു വ്യൂ കിട്ടും, നമ്മൾ ഡ്രോണിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു വ്യൂ പോലെ ഒരു വിഷ്വൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ സമ്മർ സ്റ്റാർട്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത്ര ഗ്രീനിഷ് ഉള്ള കാര്യങ്ങളെല്ലാം എന്നാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഹൈക്കിങ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ വാട്ടർഫോൾ കാണാനായിട്ടും ഇതിൻ്റെ താഴേക്കൊക്കെ പോയി നിൽക്കുന്നത് നമുക്ക് ഇത്ര ദൂരെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റാമ്പ് പോലെയുള്ളതിൻ്റെ മുകളിൽ നമുക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ആ കുന്നിൻ്റെ മുകളിൽ ഒരു ചെറുതായിട്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നതാണ്. പണ്ട് ആരെങ്കിലും താമസിച്ചതാണോ അത് ഇവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ടെൻ്റാണോ എന്നറിയില്ല. ചെറുതായിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മാത്രം കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതാണ് ആ സംഭവം, എന്താണെന്നറിയില്ല. വെള്ളച്ചാട്ടത്തിൻ്റെ ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് സൈഡുകളിലും നിറച്ച് മരങ്ങളാണ്, ചെറിയ മരവും വലിയ മരങ്ങളും ഒക്കെ ആയിട്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ അറിയാനായിട്ട് സാധിക്കും ഗ്രാംപിയൻസിൽ പണ്ട് തീ പിടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ടും. അല്ലാതെ നമുക്കറിയാം സമ്മർ വരുമ്പോൾ നല്ല ഹൊറിബിളായിട്ടുള്ള ചൂടാണിവിടെ. അപ്പോൾ ആ സമയത്തേക്ക് ഫയർ പിടിച്ച് കത്തിയ കുറേ മരങ്ങളുടെ അവശിഷ്ടങ്ങളും മരം കത്തിയിട്ട് ബാക്കിയായിട്ട് നിലനിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നടക്കാനുള്ള വഴികൾ കോൺക്രീറ്റ് ചെയ്യുകയും അതുപോലെ തെന്നലുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ കല്ല് പാകുകയും അതിൻ്റെ ഏത് സൈഡിലോട്ടാണ് സ്റ്റീപ്പായിട്ട് താഴ്ചയുള്ള ആ സൈഡ് അവരിതുപോലെ കമ്പി വെച്ച് വലിച്ചു കെട്ടി അങ്ങനെയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞു പിള്ളേരായിട്ടോ അല്ല പ്രായമായവർക്കൊക്കെ വന്ന് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് വരാവുന്നതാണ് ഇങ്ങോട്ട്. പിന്നെ എത്ര ഇറക്കവും കയറ്റമാണെങ്കിലും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ കാറ്റാണ് കേട്ടോ, അതിശക്തമായ കാറ്റാണ്. അതുകൊണ്ട് നമ്മൾക്കൊരു മടുപ്പറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടുന്ന് മിസ്റ്റ് പോലെ ഇങ്ങനെ വെള്ളച്ചാടി പതിഞ്ഞ് പൊങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു തണുപ്പ് എപ്പോഴും ഇവിടെ ഉണ്ട്. നടക്കുന്നതിൻ്റെ ഒരു വേർപ്പും കയറ്റം കയറുന്നതിൻ്റെ വേർപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്കൊരു എപ്പോഴും ഒരു പ്ലസൻറ്റ് ക്ലൈമറ്റാണ് ഇവിടെ. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തും വെള്ളച്ചാടുന്നതും അങ്ങനെയുള്ള സ്ലിപ്പറി ഏരിയകളിൽ അവർ ആ കല്ല് പാകുകയും ഫ്രിക്ഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് അവർ പാത്തെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 260 സ്റ്റെപ്പോളം ഇറങ്ങിയിട്ട് വേണം നമ്മൾക്ക് മുകളിൽ നിന്നും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്നുള്ള വ്യൂ കാണാനായിട്ട് ഇറങ്ങി വരാനായിട്ട്. 260 സ്റ്റെപ്പുകളോളം ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 141 ഫീറ്റ് ഹൈറ്റിൽ നിന്നാണ് വെള്ളം ചാടുന്നത്. അത്രയും ഹൈറ്റുള്ളൊരു വാട്ടർഫോളാണിത്. അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ ചൂട് കാലത്തും തണുപ്പ് കാലത്തും എപ്പോൾ വന്നാലും ഈ വെള്ളച്ചാട്ടം ഇങ്ങനെയുള്ളത് കൊണ്ട് മിസ്റ്റ് പോലെ ഫോം ചെയ്യും. ഇതിപ്പോൾ സമ്മർ തുടങ്ങിയത് കൊണ്ടാണ് വെള്ളച്ചാട്ടം ഇത്ര കുറവായിരിക്കുന്നത്. നല്ല പീക്ക് ടൈമിലാണെങ്കിൽ
സൈറ്റിൽ നിന്ന് വെള്ളം ചാടുമ്പോൾ മിസ്റ്റ് ഫോം ചെയ്തിട്ട് എപ്പോഴും ഒരു തണുപ്പ് ഈ ഏരിയയിൽ ഫുള്ള് ഉണ്ടാവും. അതുപോലെ മക്കൻസി വാട്ടർഫാളിൽ സ്വിമ്മിങ് പെർമിറ്റ് ചെയ്തിട്ടില്ല. നേരത്തെ പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ കുളിക്കാനായിട്ട് വരികയും ഒക്കെ വന്നിട്ട് ആൾക്കാർക്ക് ഇഞ്ചുറി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഈയിടെ ഒരു യുവതി വന്ന് ചാടി മരിക്കുകയൊക്കെ ചെയ്തതിൽ പിന്നെ ഇവിടെ നീന്തൽ ഇവർ നിരോധിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീന്തൽ ഇവിടെ പറ്റില്ല. ഇതിനടുത്തുള്ള ബിഹൈവ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാളുണ്ട്, അവിടെ സ്വിമ്മിങ് പെർമിറ്റഡ് ആണെന്ന് അറിയാൻ കാണിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലോട്ടുള്ളത് നല്ല താഴ്ചയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ റോക്കെല്ലാം നല്ല ഷാർപ്പൻഡും ഡീപ്പൻഡും ആയതുകൊണ്ട് ഇഞ്ചുറിക്കുള്ള ചാൻസ് കൂടുതലുണ്ട്. അതൊക്കെ കാരണം കൊണ്ടാണ് ഇവിടെ സ്വിമ്മിങ് ഇപ്പോൾ ഇവർ നിരോധിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്വിം ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ആരും ഇങ്ങോട്ട് ദയവായിട്ട് വരരുത്. ഒരു ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ട്രിപ്പൊക്കെ ആയിട്ട് നമ്മൾക്ക് വന്ന് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ്. ഇപ്പോൾ വിക്ടോറിയയിലൊക്കെ മഴയുണ്ടെങ്കിൽ പോലും സമ്മർ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ പതഞ്ഞ് വന്നേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലൊക്കെ വേനൽക്കാലം വരുമ്പോൾ വെള്ളം പതഞ്ഞ് വരുന്ന പോലെ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ പതഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്, നമ്മൾ വീൽ ചെയറൊക്കെ ആയിട്ട് നമുക്ക് റാമ്പ് പോലെയുള്ള സ്ഥലത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ ആ സാധനമാണ് ആ കണ്ടത്. അത് അത്രയും ഉയരത്തിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്ന് മന്ദമായി ഇറങ്ങി ഏകദേശം 141 ഫീറ്റ് നമ്മൾ താഴെ വരെ എത്തും. അപ്പോഴാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡുകളിൽ ഇതുപോലെ പാറയിടുക്കുകളുണ്ട്. അതിൻ്റെ അകത്തുനിന്നൊക്കെ ഒച്ച കേൾക്കാം, പക്ഷേ സൂം ചെയ്ത് നോക്കിയിട്ടൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ജീവികളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. സൈഡുകളെല്ലാം ഇവരിങ്ങനെ കല്ലുകളൊക്കെ വെച്ചാൽ നാച്ചുറലായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എവിടെ നോക്കിയാലും ഒരു നാച്ചുറൽ ഫീലും ഒരു അഡ്വഞ്ചറായിട്ടുള്ള ട്രിപ്പിന് വരുമ്പോഴത്തേക്കുള്ളൊരു ഫീലൊക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോഴും ആ വെള്ളച്ചാട്ടത്തിൻ്റെയും ആ ഒരു ഇരച്ചിലും ആ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. അത് ഒരു സ്പെഷ്യൽ എഫക്റ്റാണ് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക്. ഓസ്ട്രേലിയ വ്യത്യസ്തമൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആൾക്കാർ ഇവിടെ വന്നാലും പൊതുസ്ഥലങ്ങളിൽ സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്ന കാണാം. ഞാനോർത്ത് നമ്മുടെ ഇന്ത്യയിലുള്ളവർ മാത്രമായിരിക്കും പബ്ലിക് പ്ലേസിൽ വന്ന് എഴുതുകയും കുറിക്കുകയും ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഇവിടെ വരുന്നവരും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ട്. ആ ഒരു പോസ്റ്റിൽ അതിൻ്റെ സിമ്പിളുകളെല്ലാം മറച്ചുകൊണ്ട് തന്നെ സ്റ്റിക്കർ പോസ്റ്ററുകളിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ താഴെ എത്തി. അവിടെ ഒരു ചെറിയ വ്യൂ അതിൻ്റെയാണ്. ഇതിൻ്റെ താഴെ ഇനിയുമുണ്ട് ഫിഷ് ഫോൾസ്, അതുപോലെ സ്വിം സ്റ്റേയിങ്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് ഇനിയും നടന്നു പോകാം. അതായത് 1.4 കിലോമീറ്ററും അതുപോലെ തന്നെ 3.5 കിലോമീറ്ററും ഇതിൻ്റെ ഉള്ളിലൂടെ ഇനിയും നടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ വരെ വന്നപ്പോഴത്തേക്ക് വീണ്ടും കാറ്റ് കൂടുകയും അതുപോലെ തന്നെ കാലാവസ്ഥയെല്ലാം ഇരുണ്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവിടെ കാറ്റും കാലാവസ്ഥ ഇരുണ്ട് തുടങ്ങി വീണ്ടും മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടം കൊണ്ട് കാഴ്ച കണ്ട് അവസാനിക്കുകയാണ്. ഇനി വേറെ ഒരു ദിവസം വന്ന് ഇതിൻ്റെ താഴെ വരെ പോകണം. അവിടെ ഫിഷ് ഫോൾസ്, അതായത് മീൻ ചാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത് കേട്ടു. അത് കാണാനായിട്ട് താഴും വരെയും ഒരിക്കൽ വരുമ്പോൾ പോകണമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലും മലകളിൽ കംപ്ലീറ്റ് ഇതുകൊണ്ട് കല്ലാട്ടോ. അതും ഒരു ഭയാനകമായ കാഴ്ചയാണ്. ഏതെങ്കിലും ഒരു കല്ല് ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഗോവിയ. അത്രയും വലിയ കല്ലുകളാണ്. ഇതൊക്കെ എങ്ങനെ അവിടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും കല്ലുകൾ ഉരുണ്ട് താഴേക്ക് വീണതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടം കൊണ്ട് നമ്മളിനി യാത്ര തിരിച്ച് കയറുകയാണ്. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല സുഖമായിരുന്നു. പക്ഷേ തിരിച്ച് കയറുമ്പോഴത്തേക്ക് കാറ്റൊക്കെ ഉണ്ടെങ്കിലും തണുപ്പാണെങ്കിൽ പോലും അത്ര സുഖവുമല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാർമേഘമെല്ലാം വന്ന് വെട്ടം നന്നായിട്ട് ഇരുണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം കാർ പാർക്കിങ്ങിൽ നിന്ന് കാറെടുത്ത് ഇവിടെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പതുക്കെ നിന്ന് വിശ്രമിച്ചൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ തമാശക്കാണെങ്കിലും പറയുകയുണ്ടായി അവിടെ സീറ്റുകളൊക്കെയാണ്, നമുക്ക് മടുക്കുവാണെങ്കിൽ അവിടെയൊക്കെ കയറി ഇരുന്ന് വിശ്രമിച്ചിട്ട് യാത്ര പോകാനും. പക്ഷേ മഴക്കാർ വന്നതോടുകൂടി പ്ലാനുകളെല്ലാം തെറ്റി. നമ്മൾ തിരിച്ച് സ്പീഡിൽ പോകുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ സ്ലോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പതുക്കെ പോകുന്നതായിട്ട് തോന്നുന്നത്.
ഒരു കാര്യം ഞാൻ പറയാനായിട്ട് മറന്നുപോയി, ഇവിടെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ പാസോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് തികച്ചും ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ക്ലീൻനെസ്സും നീറ്റ്നെസ്സിനും അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി അവർ യൂസ് ചെയ്യുമെന്നുള്ള രീതിയിൽ മെൻഷനും ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ വന്ന് ഞങ്ങളെ കാണാതെ പോവുകയാണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറേ കാങ്കരൂസ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അത് വലിയൊരു ജോയിൻറ്റ് ഫാമിലി തന്നെയാണ്. വല്യപ്പനും വല്യമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കൊച്ചുമക്കളും എല്ലാം ആയിട്ട് അവർ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിരിക്കുന്നവരെ പോസ് ചെയ്ത് വരുന്നുണ്ട്. ചിലർ ഒളിഞ്ഞു നോക്കുന്നുണ്ട്, ചിലരവിടെ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെ ശല്യം ചെയ്തെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ദൂരെ നിന്നുകൊണ്ട് അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടവന്മാർ ഈ പടയിലെ ഏറ്റവും വലിയവർ 2 പേര് അവിടെ നിന്നുകൊണ്ട് വഴക്കിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് നിന്ന് അവരെയും കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവർ കാര്യമായിട്ട് ഒന്ന് വഴക്കിടും, പോകും, പിന്നെയും തിരിച്ചു വരും, വഴക്കിടും, പിന്നെയും പോകും, പിന്നെയും വരും, വഴക്കിടും. അങ്ങനെയായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞല്ലോ, മഴയുടെ ഇത് കാരണം അവരുടെ കളി ഇത്രയും കൊണ്ട് എടുത്തിട്ട് നമ്മളിങ്ങോട്ട് പോന്നു. ഇവനാണ് മാക്പൈ. ഇവനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോയിൽ പറയാമേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.